റൊണാൾഡോ ദ ഫിറ്റ്നസ് ഐക്കൺ. കരുത്തും വേഗതയുമാണ് കളിത്തട്ടിൽ റൊണാൾഡോയെ എതിരാളികളുടെ പേടി സ്വപ്നമാക്കി മാറ്റുന്നത്. കായികക്ഷമത മികവോടെ സംരക്ഷിക്കുന്നതിന് റൊണാൾഡോ നൽകുന്ന പ്രാധാന്യം അനുപമമാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി കഠിനാധ്വാനം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് റൊണാൾഡോ. റൊണാൾഡോയുടെ ഒരു ദിവസം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. രാവിലെ 6 മണിയോടെയാണ് റൊണാൾഡോ ഉണരുന്നത്. തുടർന്ന് കളിയൊക്കെ കഴിഞ്ഞ് 6:30 വർക്കൗട്ട് ആരംഭിക്കും. 1.5 മണിക്കൂർ ഫുട്ബോൾ പരിശീലനമാണ്. തുടർന്ന് 2 മണിക്കൂർ ഓട്ടം, ജിമ്മിൽ ഭാരോദ്വഹനം, കാർഡിയോ, പൈലേറ്റ്സ്, നീന്തൽ തുടങ്ങിയ വ്യായാമ മുറകൾ. ഓരോ ദിവസങ്ങളിലും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ് റൊണാൾഡോയുടെ വ്യായാമം. തിങ്കളാഴ്ച കാലുകൾക്ക് വേണ്ടിയുള്ള വ്യായാമം, ചൊവ്വാഴ്ച വർക്കൗട്ടിന് അവധി നൽകുന്ന അദ്ദേഹം ബുധനാഴ്ചകളിൽ വയറിന് മുകളിലേക്കുള്ള ഭാഗങ്ങൾക്ക് കരുത്തേകുന്ന വിവിധ പുഷപ്പ് വ്യായാമങ്ങളാണ് ചെയ്യാറുള്ളത്. വ്യാഴാഴ്ച കാർഡിയോ വ്യായാമവും ഓട്ടത്തിനുമാണ് മുൻഗണന. വെള്ളിയാഴ്ച ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താനും പേശികളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന വ്യായാമങ്ങളാണ് ചെയ്യുന്നത്. ശനിയാഴ്ച വിശ്രമ ദിനവും ഞായറാഴ്ച കാർഡിയോ പരിശീലനവും ഓട്ടവുമാണ് റൊണാൾഡോയുടെ വർക്കൗട്ട് പ്ലാനിലുള്ളത്. രാവിലത്തെ 3.5 മണിക്കൂറോളം നീളുന്ന വർക്കൗട്ടിന് ശേഷമാണ് റൊണാൾഡോ ഭക്ഷണം കഴിക്കുന്നത്. പ്രഭാത ഭക്ഷണത്തിൽ ഹാം, ചീസ്, ബട്ടർ, പഴച്ചാറുകൾ എന്നിവ ഉണ്ടാകും. തുടർന്ന് കുടുംബത്തിനൊപ്പം ചെലവഴിക്കും. ഉച്ചഭക്ഷണത്തിൽ ചിക്കൻ, സാലഡ്, മുട്ട, ഒലിവെണ്ണ, ട്യൂണ മത്സ്യം എന്നിവ ഉൾപ്പെടുത്താറുണ്ട്. ഭക്ഷണത്തിന് ശേഷം അല്പനേരം ഉച്ചമയക്കവും പതിവുള്ളതാണ്. വൈകുന്നേരങ്ങളിൽ മത്സരം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകും. കളിയില്ലാത്ത ദിവസങ്ങളിൽ 1.5 മണിക്കൂർ വരെ ഫുട്ബോൾ പരിശീലനത്തിനായി ചെലവിടും. വൈകുന്നേരത്തെ ഭക്ഷണത്തിന് മാംസാഹാരവും മത്സ്യവും ഉണ്ടാകും. ഇതിനുശേഷം സ്വിമ്മിംഗ് പൂളിൽ 1/2 മണിക്കൂറോളം നീന്തലും കുളിയും. ഏകാഗ്രതയും മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിനായി റൊണാൾഡോ ഉറങ്ങുന്നതിന് മുമ്പ് ധ്യാനവും ചെയ്യാറുണ്ട്. ഏകദേശം 11 മണിയോടെയാണ് റൊണാൾഡോയുടെ ഉറക്കം. ദിവസം മുഴുവനും ധാരാളം വെള്ളം കുടിക്കുകയും ശരീരത്തിലെ ജലാംശം നിലനിർത്തുകയും ചെയ്യുന്നതിൽ ശ്രദ്ധാലു കൂടിയാണ് റൊണാൾഡോ.